2019 മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച അജയ് പി മങ്ങാട്ടിന്റെ ആദ്യ നോവലായ സൂസന്നയുടെ ഗ്രന്ഥപുര എന്ന കൃതിയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സങ്കീർണമായ മനുഷ്യബന്ധങ്ങളിലൂടെയും ഇരുൾ നിറഞ്ഞ മനുഷ്യ മനസ്സുകളിലൂടെയുമുള്ള ഒരിക്കലും അവസാനിക്കാത്ത ഒരു അന്വേഷണം കൂടിയാണ് സൂസന്നയുടെ ഗ്രന്ഥപുര. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകത്തിന്റെ വിശേഷങ്ങളാണ്. സാഹിത്യ നിരൂപകനായ അജയ് പി മങ്ങാട്ടിന്റെ ആദ്യ നോവലായ സൂസന്നയുടെ ഗ്രന്ഥപുര. വളരെ വ്യത്യസ്തവും മികച്ചതുമായ ഒരു ആഖ്യാന ശൈലിയാണ് ഇതിന്റെ പ്രത്യേകത. മലയാളത്തിലെ മികച്ച കൃതികളിലൊന്നായി സൂസന്നയുടെ ഗ്രന്ഥപുര വായിക്കപ്പെടുമെന്ന് എഴുത്തുകാരനായ PF മാത്യൂസ് പറയുകയുണ്ടായി. ഒരാൾ എഴുതുമ്പോൾ ഇതുവരെ അയാൾ വായിച്ചിട്ടുള്ളത് എന്തൊക്കെയാണോ അതിന്റെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനാണ് അയാൾ ശ്രമിക്കുന്നത് എന്ന വാക്യത്തിലൂടെയാണ് നോവൽ ആരംഭിക്കുന്നത്. എഴുത്തുകാരനായ നീലകണ്ഠൻ പരമാരയുടെ വിഷാദത്തിന്റെ ശരീരഘടന എന്ന അവസാനത്തേതും അപൂർണവുമായ കൃതിയുടെ അവശേഷിപ്പുകൾ തേടി അലി, അഭി എന്നീ രണ്ട് കഥാപാത്രങ്ങൾ നടത്തുന്ന യാത്രയിലൂടെയാണ് നോവൽ ആരംഭിക്കുന്നത്. തുടർന്നങ്ങോട്ട് അവർ കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതുമായ മനുഷ്യരിലൂടെയും ബന്ധങ്ങളിലൂടെയുമാണ് കഥ മുന്നോട്ട് പോകുന്നത്. കഥാപാത്രങ്ങളായ സൂസന്ന, ഫാത്തിമ, പരശു, പശുപതി, വർക്കിച്ചേട്ടൻ എന്നിവർക്കൊപ്പം കോട്ടയം പുഷ്പനാഥ്, ആർതർ കോനൻ ഡോയൽ, ലൂയിസ് കരോൾ, ദസ്തയേവ്സ്കി തുടങ്ങിയവരെല്ലാം അവരുടെ കൃതികളിലൂടെ കഥയിലൂടെ കടന്നു പോകുന്നു. 2019 മാതൃഭൂമി ബുക്സ് ആണ് സൂസന്നയുടെ ഗ്രന്ഥപുര പ്രസിദ്ധീകരിച്ചത്. സങ്കീർണമായ മനുഷ്യബന്ധങ്ങളിലൂടെയും ഇരുൾ നിറഞ്ഞ മനുഷ്യ മനസ്സുകളിലൂടെയുമുള്ള അവസാനിക്കാത്ത ഒരു അന്വേഷണം കൂടിയാകുന്നു സൂസന്നയുടെ ഗ്രന്ഥപുര. അടുത്തത് മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും.